ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ് അടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിശക്തമേറിയ അതിശ്രദ്ധേയമായ എല്ലാ കാലത്തും പ്രസക്തമായ 2 വചനങ്ങൾ, വെളിപ്പാടുകൾ. യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, ദൈവത്തിന്റെ പുത്രൻ, നമ്മുടെ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, ഏക സത്യ നിത്യ ദൈവമായവൻ തിരുവായ് മൊഴിഞ്ഞു പറഞ്ഞിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല, അല്ലെങ്കിൽ ഞാൻ വരുത്താൻ അനുവദിക്കത്തില്ല. എന്നാൽ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, എങ്കിലും, എന്നാലും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങൾ യഥാർത്ഥമായി റിജോയ്സ് ചെയ്യേണ്ടത്, നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട 2 വാക്യങ്ങളാണ്. 19-ാമത്തെ വാക്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂതങ്ങൾ വിട്ടുപോകുക, രോഗികൾ സൗഖ്യമാകുക, ജീവിതത്തിൽ ദൈവികമായ വിടുതലുകൾ പ്രാപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 20-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടുക എന്നുള്ളത് അതിപ്രധാനപ്പെട്ട വാക്യമാണ്. 19-ാമത്തെ വാക്യം ആവശ്യമാണ്, 20-ാമത്തെ വാക്യം അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ യേശു ഇതേത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, ആരോടാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നാം വരണം. അവിടെ എഴുതിയിരിക്കുന്നു, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചിട്ട് അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുകയും പോകുവിൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം കർത്താവ് വേറെ 70 പേരെ കൂടെ നിയമിച്ചു. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ആഫ്റ്റർ ദീസ് തിങ്സ് ദ ലോർഡ് അപ്പോയിന്റഡ് അതർ 70 ഓൾസോ. അപ്പൊ വേറെ 70 പേരെയും കൂടെ കർത്താവ് നിയമിച്ചു എന്ന് 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പിൽ മറ്റൊരു നിയമനം നടന്നിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് ലൂക്കോസ് 9-ലാണ്. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, പിന്നെ അവൻ 12 വരെ തന്റെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അപ്പോൾ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് 12 പേരെ ശുശ്രൂഷയ്ക്കു വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവപ്രവർത്തികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടി 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 12 പേരെ കർത്താവ് അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറെ 70 പേരെ കൂടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത് കർത്താവിന്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്. ആ 12 ശിഷ്യന്മാരെ കുറിച്ചുള്ള അറിവുകളാണ് നമുക്ക് ധാരാളമായിട്ടുള്ളത്. എന്നാൽ കർത്താവിന് ആ 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മറ്റ് പല അധ്യായങ്ങളിലും തന്റെ മഹത്വത്തിനായി, താൻ ചെല്ലേണ്ടുന്ന പട്ടണത്തിൽ തനിക്ക് പകരം ചെല്ലേണ്ടതിനായി, തന്റെ പ്രവർത്തികൾ നിർവഹിക്കേണ്ടതിനായി 70 പേരെ നിയമിച്ചത് നാം ഇവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ 70 പേരെ കർത്താവ് അപ്പോയിന്റ് ചെയ്തത്, അല്ലെങ്കിൽ വിളിച്ച് വേർതിരിച്ച് അയച്ചത്?
അവിടെ എഴുതിയിട്ടുണ്ട്, താൻ ചെല്ലാനുള്ള, യേശുക്രിസ്തു ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈ രണ്ടായിട്ട് അയച്ചു. അപ്പൊ യേശുക്രിസ്തു ചെല്ലേണ്ട പട്ടണത്തിൽ, യേശുക്രിസ്തു ശുശ്രൂഷിക്കേണ്ടതായ പട്ടണത്തിൽ, യേശുവിന്റെ സ്ഥാനാപതികളായിട്ട്, യേശുക്രിസ്തുവിന് പകരക്കാരായിട്ട് കർത്താവ് അവരെ കൃപകളാൽ നിറച്ച് അധികാരപ്പെടുത്തി ആത്മനിയോഗത്തിൽ സെൻഡ് ചെയ്യുകയാണ്, അയക്കുകയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ്. ഒന്ന് അവർ അപ്പോയിന്റഡ് ആയിരുന്നു, ഒന്ന് അവർ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അയക്കപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അവർ ദൈവം അവിടെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നിയമിച്ചു. കർത്താവ് അവരെ നിയമിച്ചു. ഒന്ന്, അവര് നിയമിക്കപ്പെട്ടവരായിരുന്നു. രണ്ട്, അവർ അയക്കപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? യേശു ചെയ്യേണ്ട പ്രവർത്തികൾ ആ പട്ടണത്തിൽ ചെയ്യാൻ വേണ്ടി. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ സത്യത്തെ വിസ്മരിച്ചു കളയരുത്. എന്തിനായി കർത്താവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു? എന്തിനായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോ പട്ടണങ്ങളിൽ അപ്പോയിന്റ് ചെയ്തു? എന്തിനായി ദൈവം നമ്മളെ വിവിധ നിലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു? മറ്റൊന്നിനുമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായും തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായും. ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ പലരെയും ദൈവം തിരഞ്ഞെടുത്തിട്ട്, ചിലരെ കർത്താവ് തിരഞ്ഞെടുത്ത്, ചിലർ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടൊക്കെ മാസങ്ങളും വർഷങ്ങളുമായി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ, നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ നിങ്ങൾക്ക് യേശുവിന്റെ സാക്ഷിയാകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വാക്യം ശ്രദ്ധയോടെ കാണണം. താൻ ചെല്ലാനുള്ള, യേശു പോകാനുള്ള പട്ടണത്തിൽ യേശുവിന് പകരക്കാരായിട്ടാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇവരെ സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് കർത്താവ് നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിന്റെ സാക്ഷിയാകാനാണ്. നിങ്ങളുടെ പട്ടണത്തിൽ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടിയിട്ടാണ്. യേശുവിന് പ്രവർത്തിക്കുവാനുള്ള കരങ്ങളാണ് നിങ്ങളുടെ കരങ്ങൾ. യേശുവിന് സംസാരിക്കുവാനുള്ള അധരങ്ങളാണ് നിങ്ങളുടെ അധരങ്ങൾ. യേശുവിന് കടന്നു പോകുവാനുള്ള സ്ഥലങ്ങളിൽ കടന്നു പോകുവാനുള്ള കാലുകളാണ് നിങ്ങളുടെ കാലുകൾ. യേശുവിന് മിണ്ടുവാനുള്ള, വർത്തമാനം പറയാനുള്ള ശബ്ദമാണ് നിങ്ങളുടെ ശബ്ദങ്ങൾ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ ഒരപ്രയോജനദാസനായി, ഒരപ്രയോജനദാസിയായി തീരുവാനായിട്ടല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൽഷദായ് ചർച്ചിലെ ഓരോ കുടുംബങ്ങളോടും ഞാൻ പറയട്ടെ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് പറയട്ടെ, യേശുക്രിസ്തു നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നിങ്ങളെ വിളിച്ചതിനും കർത്താവ് നിങ്ങളെ വേർതിരിച്ചതിനും ഒരു പർപ്പസ് ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ഇവിടെ ഈ 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്തതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, മോശയെ ദൈവം തെരഞ്ഞെടുത്തു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിയിലേക്ക്, അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. 7-ാമത്തെ വാക്യത്തിൽ മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഒരു കൂട്ടം ആൾക്കാരുടെ, ഒരു ജനതയുടെ സങ്കടങ്ങൾക്ക് പരിഹാരമായി, ഒരു കൂട്ടം ജനത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി, ഒരു കൂട്ടം ബന്ധനത്തിൽ കിടക്കുന്ന ബന്ധനസ്ഥരായ ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിനായി ദൈവം ഒരു മോശയെ ഹോരേബിന്റെ മുകളിൽ വെച്ച് തിരഞ്ഞെടുക്കുകയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ്. അവിടെ മോശ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് അഗ്നിജ്വാലയിൽ ദൈവം പ്രത്യക്ഷനായി. മോശ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനഭാഗം ധ്യാനിക്കുമ്പോ എന്റെ ആത്മാവിൽ എനിക്കൊരു ചിന്ത ലഭിച്ചത്, മുൾപ്പടർപ്പ്
കത്തി ചാമ്പലാകുന്നില്ല, പക്ഷേ മുൾപ്പടർപ്പിൽ തീയുണ്ട്. ഈ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പാടാണ്, ഈ ഒരു ദർശനമാണ് മോശയ്ക്ക് ലഭിച്ചത്. പിൽക്കാലത്ത് മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ മോശയുടെ ജീവിതവും ഇത് തന്നെയായിരുന്നു. പല സന്ദർഭങ്ങളിലും തീയുടെ അനുഭവത്തിലൂടെ, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ മോശ കടന്നുപോയി. പക്ഷേ ഫറവോ അയച്ച ഒരു തീയമ്പുകൾക്കും, ഫറവോയുടെ ഒരു പ്രതിസന്ധികൾക്കും, അവൻ കടന്നുപോയ ഒരു സാഹചര്യങ്ങൾക്കും കഷ്ടതകൾക്കും മോശ എന്ന വ്യക്തിയെ ഭസ്മീകരിക്കുവാൻ, കരിച്ചു കളയുവാൻ, തീർത്തു കളയുവാൻ കഴിഞ്ഞില്ല. കാരണം തീയുടെ നടുവിൽ നിന്ന് വിളിച്ചവനായ ദൈവം, അവനെ അപ്പോയിന്റ് ചെയ്തവനായ ദൈവം, അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന വിശ്വാസികളോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വേർതിരിച്ച കർത്താവ് വിശ്വസ്തനാണ്. നിന്നെ അപ്പോയിന്റ് ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ ഒറ്റക്കിട്ട് കടന്നു പോകുന്നവനല്ല എന്റെ കർത്താവ്. ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം, ആമീൻ, ഏതു സാഹചര്യത്തിലും ഏതു സന്ദർഭത്തിലും അവൻ നിങ്ങളോട് ഒപ്പം ഇരിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, മോശയെ ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ, മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, മോശയെ ദൈവം സെൻഡ് ചെയ്യുമ്പോൾ, മോശയുടെ ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ അനവധിയായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ, മോശയെ ഡിസ്കറേജ് ചെയ്യുവാൻ, മോശയെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമങ്ങൾ നടത്തിയ ഒരുപാട് സാഹചര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ആത്മീകമായി വളരുമ്പോൾ, നിങ്ങൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുമ്പോൾ, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുവാൻ, നിങ്ങളെ തളർത്തിക്കളയുവാൻ, നിങ്ങളുടെ മനസ്സിനെ ഇടിച്ചു കളയുവാൻ, നിങ്ങളുടെ ചിന്തകളെ ഇടിച്ചു കളയുവാൻ പിശാച് വ്യക്തികളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമ്പോഴും, നിങ്ങളെ അയച്ചവൻ, നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ അഭിഷേകം ചെയ്തവൻ, നിങ്ങളെ തിരഞ്ഞെടുത്തവൻ, നിങ്ങളെ കണ്ടവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. നമുക്കറിയാം, മോശെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്യുവാൻ ആ കാലത്ത് എഴുന്നേറ്റ മനുഷ്യനാണ് കോരഹ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ കോരഹ് എന്ന് പറയുന്ന മനുഷ്യൻ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അതെ, 250 പേരെ മോശയ്ക്കെതിരായി കൂട്ടി ഗൂഢാലോചനകൾ നടത്തി മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ മോശയുടെ ശുശ്രൂഷയെ ഇടിച്ചു കളയത്തക്ക നിലകളിൽ, മോശയുടെ മനസ്സിനെ ഇടിച്ചു കളയത്തക്ക നിലകളിലുള്ള വാക്കുകൾ അവർ ഉച്ചരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ആര്? കോരഹും കൂട്ടരും. അവരോട് മതി, ശുശ്രൂഷയൊക്കെ മതി, പരിപാടിയൊക്കെ മതി, ആമീൻ, നീ മുന്നോട്ട് പോകണ്ട, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, നീ മാത്രമല്ല വിശുദ്ധൻ. അഭിഷിക്തനോട് പറയുകയാണ്, നിനക്ക് മാത്രമല്ല പ്രസംഗിക്കാൻ അറിയാവുന്നത്, നീ മാത്രമല്ല വിശുദ്ധൻ, നീ മാത്രമല്ല ദൈവദാസൻ, നീ മാത്രമല്ല മാൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഞങ്ങളും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ ഞങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിന്നെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് പറഞ്ഞു. മോശേ, നീ ദൈവത്തെ അല്ല ഉയർത്തുന്നത്, നീ നിന്നെ തന്നെ ഉയർത്തുകയാണ്, നീ നിന്നെ തന്നെ പൊക്കുകയാണ്. കണ്ടോ, ഡിസ്കറേജ് ചെയ്യുകയാണ്. മഹത്വം നീ എടുക്കുകയാണ്, പ്രശംസ നീ എടുക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ദൈവത്തിന് വേണ്ടി അല്ല കോരഹ് സംസാരിക്കുന്നത്, കോരഹിന്റെ അസൂയയാണ്. ഇത് ദൈവത്തിന് വേണ്ടിയോ ദൈവമഹത്വത്തിന് വേണ്ടിയോ അല്ല. ഈ കോരഹും 250 പേരും വട്ടം കൂടിയിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലെ അസൂയയും പകയും അവൻ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ വിളിക്കപ്പെട്ട ദൈവപൈതൽ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതൽ, അയക്കപ്പെട്ട ദൈവപൈതൽ തിരിച്ചറിയേണ്ടത്, ഏറ്റെടുക്കേണ്ടത് മോശ കാണിച്ച മാതൃകയാണ്. കോരഹിനോട് മറുപടി പറയുകയല്ല, കോരഹിനോട് കൂടെ നിൽക്കുന്ന 250 പേരോട് ഉത്തരം പറയാൻ പോവുകയല്ല. 4-ാമത്തെ വാക്യം പറയുന്നു, ഇത് കേട്ടപ്പോൾ മോശ കടന്നു വീണു. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ കൂടെ നിൽക്കുന്നവർ പോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. അറിയാമോ, എല്ലാ കാലത്തും ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. കൂടെ നിൽക്കുന്ന 600,000 എണ്ണം ഉണ്ടെന്ന് പറയുന്നില്ലേ, ലക്ഷങ്ങൾ, അതിലെ ഒന്നുപോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. 250 പേര് വളഞ്ഞിട്ട് അവനെ ആക്രമിക്കുമ്പോൾ, അവനെ അപവാദം പറയുമ്പോൾ, ഹല്ലേലൂയ. പക്ഷേ മോശയ്ക്കൊരു ദൈവമുണ്ട്, മോശയ്ക്കൊരു ദൈവമുണ്ട്. മോശയെ വിളിച്ചൊരു ദൈവമുണ്ട്, അവനെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, അവനെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്.
ആ ദൈവത്തിന്റെ മുൻപിൽ മോശ കവണ്ണു വീണു, നെടുമ്പാട് വീണു, പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മക്കളെ, ഇന്നെന്നെ കാണുന്ന ചില ദൈവദാസന്മാരുണ്ട്. ഈ പുതിയ തലമുറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവവിളിയുടെ മുൻപിൽ ദൈവത്താൽ അയക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെന്നെ കാണുന്നുണ്ട്. ആമീൻ. കോരഹുമാർ നിനക്കെതിരെ എഴുന്നേൽക്കാം. ആമീൻ. ഒരു കൂട്ടം നിനക്കെതിരെ വളഞ്ഞുകൂടാം. നിന്നെ തന്നെ നീ ഉയർത്തുന്നു എന്ന് നിന്നോട് പറഞ്ഞ അസൂയ കൊണ്ട് നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷേ അവിടെ എങ്ങും നീ വാ തുറക്കരുത്. അവിടെ എങ്ങും നീ വാ തുറക്കരുത്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ നെടുമ്പാട് വീണാ മതി. നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ മുഴങ്കാലിരുന്നാ മതി. നിന്നെ വിളിച്ചവനോട് നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്നെ വിളിച്ചവനോട്, നിന്നെ അഭിഷേകം ചെയ്തവനോട്, നിന്നെ അയച്ചവനോട്, മുൾപടർപ്പിൽ നിനക്ക് പ്രത്യക്ഷനായവനോട് നീ സംസാരിച്ചാൽ മതി. എന്തുവായിരുന്നു അതിന്റെ റിസൾട്ട്? ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്തായിരുന്നു? 31, 32 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ ഇന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായം ഒന്ന് വായിച്ചേക്കണം. കുടുംബ പ്രാർത്ഥനയിൽ 31, 32 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വാ തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സകലത്തെയും സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. മോശ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ മോശയ്ക്കൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എനിക്ക് കുറെ നാട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, സംഘടനയുണ്ട്, സഭയുണ്ട്, പാസ്റ്ററുണ്ട്, വിശ്വാസിയുണ്ട് എന്നല്ല നീ പറയേണ്ടത്. എനിക്കൊരു ദൈവമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. എന്നെ വിളിച്ചൊരു കർത്താവ് എന്റെ കൂടെയുണ്ട്. എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവം എന്റെ ഒപ്പമുണ്ട്. എന്നെ നിയോഗിച്ചൊരു കർത്താവ് എന്റെ കൂടെ ഉണ്ട്. എന്നെ സെൻഡ് ചെയ്തൊരു ദൈവം എന്റെ കൂടെ ഉണ്ട്. അവൻ വിശ്വസ്തനത്രേ, അവൻ സർവശക്തനത്രേ, അവൻ സർവജ്ഞാനി അത്രേ, അവൻ സർവവ്യാപി അത്രേ, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവൻ, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അവൻ മെല്ലോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, അവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം ഉയർത്തി ന്യായം വിധിക്കുന്നവൻ, സർവശക്തൻ, ഓൾമൈറ്റി ഗോഡ്. ആരോട് കർത്താവ് പറയുന്നു? നിന്നെ തെരഞ്ഞെടുത്തത് സംഘടനയല്ല, നിന്നെ തെരഞ്ഞെടുത്തത് നാട്ടുകാരല്ല, നിന്നെ തെരഞ്ഞെടുത്തത് എലക്ഷൻ വെച്ചല്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് തന്റെ കൃപയാല, തന്റെ പ്രസാദത്താല, തന്റെ മനസ്സലിവിനാല. അങ്ങനെയാണെങ്കിൽ ആരാണോ നിന്നെ അപ്പോയിന്റ് ചെയ്തത്, ആരാണോ നിന്നെ സെൻഡ് ചെയ്തത്, ഈസ് വിത്ത് യു. ഓൾമൈറ്റി ഗോഡ് ഈസ് വിത്ത് യു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം, മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു കൂട്ടം ആൾക്കാരുടെ നിലവിളിക്കും കരച്ചിലിനും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട്. അറിയാമോ എന്താ ദൈവം പറഞ്ഞത്? ദൈവം പറഞ്ഞത് ഇങ്ങനെയാ: മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. 2 തവണയാ കർത്താവ് പറഞ്ഞു. ഞാൻ കണ്ടെന്ന് പറഞ്ഞാ പോരെ? കർത്താവ് പറയുക, ഞാൻ അവരുടെ കഷ്ടത, എന്റെ മോശെ, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. അടിവരയിടുക. ഞാൻ അവരുടെ പ്രതിസന്ധി ഞാൻ കണ്ടു. അതെ, നീ അനുഭവിക്കുന്ന കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഹല്ലേലൂയ. അവരുടെ നിലവിളി ഞാൻ കേട്ടു. കണ്ടു എന്ന് 2 തവണ പറഞ്ഞുള്ളൂ, പക്ഷെ കേട്ടു എന്ന് 1 തവണ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. എത്ര മനോഹരമായൊരു വാക്യം! ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ എൻ്റെ മക്കളുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ എൻ്റെ ജനത്തിന്റെ സങ്കടങ്ങൾ അറിയുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും നിന്റെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത പലരും നിനക്ക് ചുറ്റും നിൽക്കുമ്പോൾ, നിന്റെ ഉള്ളത്തിന്റെ വേദന അറിയുന്ന, നിന്റെ സങ്കടം അറിയുന്ന ഒരു കർത്താവുണ്ട്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇവിടെ മോശയെ ദൈവം വിളിച്ചത് മോശയ്ക്ക് വേണ്ടിയിട്ടല്ല. മോശയെ ദൈവം തെരഞ്ഞെടുത്തത് മോശയുടെ പ്രശ്നം മാറ്റാനല്ല.
മോശയുടെ വിക്കിന് സൗഖ്യം കിട്ടാനല്ല മോശയെ ദൈവം തിരഞ്ഞെടുത്തത്. മോശയെ വലിയൊരു ലീഡറാക്കി മാറ്റിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തെടുക്കാനല്ല മോശയെ ദൈവം വിളിച്ചത്. ഒരു കൂട്ടം ജനത്തിന്റെ, വലിയൊരു കൂട്ടം ജനത്തിന്റെ കരച്ചിലിന്, നിലവിളിക്ക്, അടിമത്വത്തിന് പരിഹാരമായിട്ടാണ് ഇന്ന് സന്ദേശം കേൾക്കുന്ന ദൈവവിശ്വാസികളായ വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളോട് ദൈവം പറയുന്നു, കർത്താവ് നിന്നെ വിളിച്ചത്, നിന്നെ തെരഞ്ഞെടുത്തത് ആരുടെയൊക്കെയോ കണ്ണുനീരിന് മറുപടിയാകാനാ, ആരുടെയൊക്കെയോ രോഗങ്ങൾക്ക് സൗഖ്യമാകാനാ, ആരുടെയൊക്കെയോ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമായി തീരാനാ. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെയാ കർത്താവ് പലരെയും തെരഞ്ഞെടുത്തത്, അപ്പോയിന്റ് ചെയ്തു. നമ്മളിന്ന് വായിച്ച വാക്യത്തിൽ താൻ ചെല്ലേണ്ട പട്ടണത്തിൽ, താൻ പോകേണ്ട സ്ഥലത്ത് തനിക്ക് പകരമായി ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ, മിനിസ്ട്രി നടത്താൻ 70 പേരെ തിരഞ്ഞെടുത്തെന്നല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തത് നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ നിലവിളിക്കാൻ തുടങ്ങി. ഒന്ന് വായിച്ച പാസ്റ്റർ ഭാഗം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്തായിരുന്നു? അവരുടെ നിലവിളി എന്നറിയാമോ? അതിന്റെ കാരണം എന്നാ? മിദ്യാന്യരെന്ന് പറയുന്നവർ ഇസ്രായേൽ ജനം വിതയ്ക്കും. ആ വിതച്ച് ആ സീഡുകൾ വളർന്ന് ഗോതമ്പുകളായും നെല്ലുകളായും ചോളങ്ങളായും ഒക്കെ വളർന്നു വരുമ്പോൾ, ഫ്രൂട്ട് എടുക്കുന്ന സമയമാകുമ്പോൾ ഇവരിങ്ങോട്ടൊരു കൂട്ടമായി വന്ന് ഇത് മുഴുവൻ നശിപ്പിച്ചു കളയും. അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ആടോ മാടോ കഴുതയോ കൃഷിഫലമോ ഒന്നും ഇവര് ശേഷിപ്പിക്കില്ല. ഇങ്ങനെ ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ മക്കൾ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിൾ പറയുന്നു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞു. 7-ാം വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ. പിന്നെ താഴോട്ട് കാണുന്നത് അതിന്റെ മറുപടികളാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, കണ്ണുനീരിന് മറുപടി ഉണ്ട്. ആരോടാ പറയുന്നത് എനിക്കറിയത്തില്ല. അവരൊരു ആമീൻ പറയണം, അല്ലെ ഒരു ആമീൻ ടൈപ്പ് ചെയ്ത് ഇതിനകത്ത് വിശ്വാസത്താൽ ഇടണം. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എത്ര പേര് ഇതിന് ആമീൻ പറയാനുണ്ട്? ദൈവം ഇതെല്ലാം കണ്ടും കേട്ടും മൗനമായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറുപടിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉത്തരവുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. അതിന് മറുപടിയായിട്ട് ദൈവം ചെയ്ത എന്നാന്നറിയാവോ? 7-ാമത്തെ വാക്യത്തിൽ അവർ നിലവിളിച്ചത് എഴുതിയിട്ടുണ്ട്. 8 മുതലുള്ള വാക്യത്തിൽ അതിന്റെ റിസൾട്ട് കാണുന്നത്. പക്ഷെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം നടന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീയേസനായ യോവേശിന്റെ കരുവേലകത്തിന്റെ കീഴിലിരുന്നു. എന്നിട്ട് അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 12-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലയോ പരാജിതനെ എന്നല്ല പറഞ്ഞത്. അല്ലയോ നമ്മളൊക്കെ വലിയ താഴ്മയിൽ എത്തുമ്പോൾ പാവപ്പെട്ടവനെ എന്നല്ല പറഞ്ഞത്. പരാജിതനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമല്ല പറഞ്ഞത്. പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റി, ദൈവം എന്റെ കൂടെയുണ്ട്, സർവശക്തനാകുന്ന കർത്താവിന്റെ കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ അപ്പോയിന്റ് ചെയ്തവൻ, എന്നെ സെൻഡ് ചെയ്തവൻ എന്റെ കൂടെയുണ്ട്. യഹോവ അവന് പ്രത്യക്ഷനായി. യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഈ ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്ക്യൂസുകൾ ദൈവത്തോട് പറഞ്ഞ മനുഷ്യനാണ് ഗിദെയോൻ. ഒരുപാട് കംപ്ലൈന്റുകൾ ദൈവത്തോട് പറഞ്ഞ മനുഷ്യനാണ് ഗിദെയോൻ. യഹോവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്താ? ഞങ്ങളുടെ ജനവും ഞങ്ങളും ഇങ്ങനെ നശിച്ചതെന്താ എന്നൊക്കെ ദൈവത്തോട് ചോദിച്ച മനുഷ്യനാണ് ഗിദെയോൻ. പക്ഷേ ആ ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ ഒരൊറ്റ മനുഷ്യനായി നിന്ന് ഈ ജനത്തെ നേരിടും, ഈ മിദ്യാന്യരെ നേരിടും, ഞാൻ നിനക്ക് ജയം തരും, നീ ഒരുത്തൻ മതി എനിക്ക്. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, മോശയെ ദൈവം വിളിച്ചത് വലിയ ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയായിരുന്നു.
പക്ഷെ ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം അപ്പോയിന്റ് ചെയ്തത്, ദൈവം തെരഞ്ഞെടുത്തത് ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. ചിലരെ ദൈവം രാജ്യങ്ങൾക്കായി കണ്ടിരിക്കുന്നു, ചിലരെ ദൈവം ദേശങ്ങൾക്കായി കണ്ടിരിക്കുന്നു, ചിലരെ ദൈവം അവരുടെ കുടുംബത്തിന്റെ വിടുതലിനായി കണ്ടിരിക്കുന്നു, ചിലരെ ദൈവം വലിയ ഉണർവുകൾക്കായി കണ്ടിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഡിസ്കറേജ്ഡ് ആകല്ലേ. കോരേശിന്റെ വാക്കുകൾ കേട്ട്, അവന്റെ കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് നീ നിരുത്സാഹപ്പെട്ടു പോകല്ലേ, മനസ്സ് തളർന്നു പോകല്ലേ. ഇന്ന് പകൽ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കൺമണി പോലെ അവൻ നിന്നെ കാക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലാനുള്ള പട്ടണത്തിൽ തനിക്ക് മുൻപായി ഈ 2 അവരെ അയച്ചു. കർത്താവ് അവരെ അപ്പോയിന്റ് ചെയ്തു, കർത്താവ് അവരെ സെൻഡ് ചെയ്തു. ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തെങ്കിൽ, ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ദൈവം നിങ്ങളെ ചില പദ്ധതികൾക്കായി സെൻഡ് ചെയ്യുന്നു. 2ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് അവരോട്, കൊയ്ത്ത് വളരെയുണ്ട്. സത്യം. എല്ലാരും ഒന്ന് പറഞ്ഞേ, കൊയ്ത്ത് വളരെയുണ്ട്. സത്യം. വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. പ്രേ എന്നാണ് അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിപ്പീൻ. ശുശ്രൂഷകർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിപ്പീൻ, വേലക്കാർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിപ്പീൻ. നമ്മളായി പലപ്പോഴും ഞങ്ങളൊക്കെ ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ കേൾക്കുന്നവരാണ്. ചില ആൾക്കാരൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, ചിലർ ഫോണിലൂടെ പങ്കുവയ്ക്കാറുണ്ട്, ചിലർ ചർച്ചിൽ വരുമ്പോൾ കാർഡുകളിൽ പ്രാർത്ഥനാ വിഷയം അയക്കാറുണ്ട്, ഇമെയിൽ വഴി അയക്കാറുണ്ട്, വാട്സപ്പിനകത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ടും ടൈപ്പ് ചെയ്തുമൊക്കെ അയക്കാറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മളത് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ ഇതെല്ലാം പറയുന്ന ദൈവത്തോടാണ്. കാരണം ദൈവമാ പരിഹാരകൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. അപ്പൊ ആരാ പരിഹരിക്കേണ്ടേ? ദൈവം. ആരാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണ്ടേ? യേശു അല്ലേ? മറുപടി ജീസസ് അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഉത്തരം യേശു അല്ലേ? പക്ഷെ മറുപടിയായ ക്രിസ്തു, പ്രാർത്ഥന കേൾക്കേണ്ട യേശു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ട ദൈവം നമ്മളോടൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നു, നമ്മളോടൊരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നു. റിക്വസ്റ്റ് അല്ലത്, റിക്വസ്റ്റ് എന്ന പദം ഞാനോട് ഉപയോഗിക്കുന്നില്ല. റിക്വസ്റ്റ് ചെയ്യുകയല്ല, അവൻ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം തന്നിരിക്കുന്നു. എന്താണ് ആഹ്വാനം? വേലക്കാരെ കൊയ്ത്തിനായി എഴുന്നേൽപ്പിക്കാൻ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുവാണ്, നിങ്ങളോട് പറഞ്ഞിരിക്കുവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം, നിങ്ങൾ ഈ ഒരു വിഷയത്തെ ഗൗരവമായി കാണണം. ഒത്തിരി ശുശ്രൂഷകർ കർത്താവിന്റെ രാജ്യത്തിൽ എഴുന്നേറ്റ് വരുവാൻ, ഒത്തിരി ശുശ്രൂഷകരെ കർത്താവിന്റെ വേലയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ, സമർപ്പിതരായവരെ, വിധേയത്വമുള്ളവരെ, ദൈവകൃപയുള്ളവരെ, ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ വിഷയം, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാര് വളരെ, ഇതെല്ലാം ഈ വേലക്കാരോ ചുരുക്കം എന്ന് പറയുന്ന വിഷയമില്ലേ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം. എത്രയോ പാസ്റ്റേഴ്സ്, എത്രയോ പ്രവർത്തിക്കുന്ന, അങ്ങനെ പറയാം, പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, സുവിശേഷത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന പല ദൈവദാസന്മാരും പല സഭകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ് വിശ്വസ്തരായ ശുശ്രൂഷകന്മാരില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ മൈറ്റി മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നില്ലേ, ദൈവം ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. ഒന്നെങ്കിൽ ഫെയ്ത്ത്ഫുൾ, ഒന്നെങ്കിൽ വിശ്വസ്തൻ, അല്ലെങ്കിൽ അവിശ്വസ്തൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കർത്താവ് പറയുള്ളൂ. ഒന്നെങ്കിൽ വിശ്വസ്തനായ ദാസൻ, അല്ലെങ്കിൽ അവിശ്വസ്തനായ ദാസൻ. മൈറ്റി ഒന്നൊന്നുമില്ല, അതൊന്നും വേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടത് വിശ്വസ്തരായ ശുശ്രൂഷകരെയാണ്, വിശ്വസ്തരായ ദാസന്മാരെയാണ്. ഞാനും പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭകളിലൊക്കെ ലാഭേച്ഛകൾ കൂടാതെ, സ്വാർത്ഥതകളില്ലാതെ, നിസ്വാർത്ഥമായി സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പാഷൻ ഉള്ളവരെ, എനിക്ക് എന്നാ കിട്ടും എന്ന ചിന്തയിലല്ല, എനിക്കെങ്ങനെയാകാം അതുമല്ല,
ഹല്ലേലൂയ. എനിക്ക് ചുറ്റും എങ്ങനെ കുറെ ആൾക്കാരെ ഒപ്പിക്കാം, അതുമല്ല. എങ്ങനെ യേശുവിനെ ഉയർത്താം, എങ്ങനെ സുവിശേഷം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാം, എങ്ങനെ ആത്മാക്കളെ നേടാം, എങ്ങനെ നേടിയവരെ നിലനിർത്താം എന്ന ആഗ്രഹത്തോടെ, പാഷനോടുകൂടെ, ആ ഹൃദയമുള്ള, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഭാരമുള്ളവരെ കർത്താവ് എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞ ഈ കാര്യത്തെ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ആത്മഭാരമുള്ളവരെ സഭയിൽ എഴുന്നേൽപ്പിക്കണേ കർത്താവേ. ഹല്ലേലൂയ. ആത്മഭാരമുള്ളവരെ, ആത്മാക്കളെ കുറിച്ചുള്ള ബേർഡനുള്ളവരെ, കൂറുള്ളവരെ, പ്രതിബദ്ധതയുള്ളവരെ, ദൈവസ്നേഹമുള്ളവരെ, കർത്താവിന്റെ ആ ക്രൂശിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ, ഹല്ലേലൂയ, മരണപര്യന്തം വിശ്വസ്തരായി നിൽക്കാൻ താല്പര്യപ്പെടുന്നവരെ എഴുന്നേൽപ്പിക്കേണ്ടതിനെ പ്രാർത്ഥന. കുറെ അസൂയക്കാരെയല്ല. ഒരു പാസ്റ്റർ അത് കാണിക്കുമ്പോൾ ഉടനെ ഇപ്പുറത്ത് വന്നിരുന്നത് കാണിക്കുന്ന കുറെ കോരകമാരെ, കുറെ അസൂയക്കാരെയല്ല എഴുന്നേൽപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. കുറെ അനുകരണക്കാരെയല്ല എഴുന്നേൽപ്പിക്കേണ്ടത്. ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസാക്ഷിയോടെ, എന്നെ എന്തിനാ എന്റെ കർത്താവ് വിളിച്ചേക്കുന്നേ എന്ന് വെളിപ്പാടോടെ, ഉറപ്പോടെ, ഓരോ കാറ്റടിക്കുമ്പോ ആ കാറ്റിനൊത്ത് അങ്ങോട്ട് ചായുന്നു ഇങ്ങോട്ട് ചായുന്ന കുറെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന കുറെ ശിശുക്കളെയല്ല, ആത്മീയ പക്വതയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിലുള്ള നീതീകരണം ഏറ്റെടുത്തുകൊണ്ട്, വിധേയത്വത്തിലും ദൈവസ്നേഹത്തിലും ആ ക്രൂശിന്റെ സാക്ഷികളായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ, കുറെ പാരമ്പര്യവാദികളെയല്ല, കുറെ മതം പറയുന്നവരെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ അല്ല. കുറെ പരീക്ഷ മനോഭാവത്തെ, ചട്ടത്തിന്റെ മേൽ ചട്ടം, സൂത്രത്തിന്റെ മേൽ സൂത്രം, അതരം കൊണ്ട് അതരചർവണങ്ങൾ മാത്രമായി പ്രസംഗങ്ങൾ മാറിയിട്ട് ഹൃദയം ദൈവത്തെ വിട്ടകന്ന കുറെ പാരമ്പര്യവാദികളെയല്ല. തമ്പുരാനോട് ഹൃദയപൂർവ്വം ബന്ധമുള്ള, ചങ്കോട് ചങ്ക് കണക്ഷൻ ഉള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തമൊഴുകിയ കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം. എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കും എന്ന പ്രതിജ്ഞയോടെ, സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേണ്ട ശുശ്രൂഷകർ ഉണ്ടായി വരുവാൻ, നിലവിലുള്ളവർ അങ്ങനെ ആയിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. യേശുവേ, കൊയ്ത്ത് വളരെയുണ്ട്. സത്യം, സത്യം, സത്യം. ഒരുപാട് പേര് യേശുവെ അങ്ങേ അറിയാനുണ്ട്. അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടാനുണ്ട്. ഇപ്പോഴും പാരമ്പര്യം പറഞ്ഞു, വകുപ്പുകൾ പറഞ്ഞു നിൽക്കുക. കർത്താവിന്റെ കാലത്ത് കൈ കഴുകാതെ കഴിക്കരുത്, അത് തുടരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത്. കുറെ പാരമ്പര്യവാദികളായി തീർന്നിരിക്കുന്നു. അവിടെയല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, മതങ്ങൾക്കും മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കും ന്യായപ്രമാണത്തിന്റെ മതിൽക്കെട്ടുകൾക്കും അപ്പുറത്ത് പരിധികളില്ലാതെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചുകൊണ്ട്, എല്ലാ പാരമ്പര്യത്തിന്റെ മതിലുകളെയും പൊളിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ, നരകം കാലിയാകാൻ, സ്വർഗം നിറയ്ക്കാൻ, അവിടുത്തെ അഭിഷിക്തൻ റെയ്നാർഡ് ബോംഗെ പ്രാർത്ഥിച്ചതുപോലെ നരകം ശൂന്യമാകാൻ, ഞാൻ ഈ പട്ടണത്തിലുള്ളപ്പോൾ ഈ പട്ടണത്തിൽ ആരും നരകത്തിൽ പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ, ഒരിക്കലും അവരുടെ കാഴ്ചപ്പാടുകൾ മാറാതെ വിശ്വസ്തരായിട്ട് നിൽക്കാൻ, ബാഹ്യപ്രകടനമല്ല ആത്മീയത, പുറമേ കാണിക്കുന്ന, എക്സ്റ്റേണലി കാണിക്കുന്ന അഭിനയമല്ല. ജീസസ്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് മാറിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ആകരുത് ശുശ്രൂഷ. ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ, ദൈവത്തോട് ഹൃദയ പരമാർത്ഥതയോടെ, നിസ്വാർത്ഥതയോടെ, സ്നേഹത്തോടെ, എനിക്ക് എന്ത് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാം, എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിന. ആ കൈകളെ ഉയർത്തി ചേർന്ന് പാടി. യേശുവേ നീ ഓർത്തതിന. താങ്ക് യു ഫാദർ. എന്നെ നീ മാനിച്ചതിന. എന്തു ഞാൻ
എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനാ യേശുവേ എന്നെ ഓർത്തതിനാ. എന്നെ തരുവാന്ന് പറയുന്നവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന എത്ര പേര്? എന്റെ തുടർമാനമായ ഭാഗം സംസാരിക്കും. വെറുതെ ഇങ്ങനെ ഈ മൊബൈലിൽ നോക്കിയിരുന്നതുകൊണ്ടും TV കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് എന്നെ സാധിക്കാനാ. ഒന്ന് ജീവിതത്തെ സമർപ്പിച്ചേ, കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. അപ്പ വേലക്കാരെ എഴുന്നേൽപ്പിക്കണേ, തീഷ്ണതയുള്ളവരെ എഴുന്നേൽപ്പിക്കണേ. പാരമ്പര്യവും മതവും പറയുന്നവരെ അല്ല കർത്താവേ, പലരെയും പലതട്ടി കാണുന്നവരെ അല്ല കർത്താവ്, എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, യേശുവിന്റെ സ്നേഹത്തിൽ എല്ലാരെയും കാണുന്ന കർത്താവ് നമ്മളെ കുറവുകളോടെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരുടെ കുറവുകളോടുകൂടെ അവരെ സ്നേഹിക്കുന്നവരെ സ്വർഗം എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ രാജ്യം പണിയണമേ, അവിടുത്തെ നാമം എക്സ്പാൻഡ് ചെയ്യപ്പെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറന്നു പോകല്ല ഒരിക്കലും. കർത്താവ് നമ്മളോട് പറഞ്ഞ പ്രാർത്ഥിക്കണം, പ്രേ ചെയ്യണം എന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നല്ല. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാർ ചുരുക്കമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. അത് 17, 18, 19 വാക്യങ്ങളാണ്. ലൂക്കോസ് 10 17, 18, 19. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇനിയുള്ള മിനിറ്റുകളിൽ കാണുന്നവർ, ഇത് ശ്രദ്ധിക്കുന്നവർ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. കർത്താവ് ചിലരിൽ അത്ഭുത സൗഖ്യങ്ങളെയും വിടുതലുകളെയും ദൈവപ്രവർത്തികളെയും ഈ ഭാഗങ്ങളിലൂടെ അയക്കുമെന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്നില്ല. ദൈവം അത് ചെയ്യും. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ആരാണ് ഈ 70 പേർ? കർത്താവ് തെരഞ്ഞെടുത്ത് ഈരണ്ടായി ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, താൻ പോകേണ്ട സ്ഥലത്തേക്ക് തനിക്ക് പകരമായി, തനിക്ക് മുൻപായി അയക്കപ്പെട്ടവർ. അവർ തിരിച്ചു വന്നു. ആ വന്നവരുടെ മുഖത്ത് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവമാണോ നിന്നെ അയച്ചത്, കർത്താവാണോ നിന്നെ തെരഞ്ഞെടുത്തത്, നീ ഒരിക്കലും നിരാശനായി തിരിച്ചു വരത്തില്ല. ഇതാരോടുള്ള മെസ്സേജാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാരോടോ ഉള്ള ഒരു ദൂതാണ്, ഇതിനകത്ത് ഇത് വരേണ്ടതല്ല, എനിക്കതറിയാം. ആ ഒരു കുടുംബത്തോട് കർത്താവ് പറയുന്നു, ദൈവമാണോ നിന്നോടത് ചെയ്യാൻ പറഞ്ഞത്, കർത്താവാണോ നിന്നോടത് തുടങ്ങാൻ പറഞ്ഞത്, ദൈവമാണോ നിന്നോടത് ആരംഭിക്കാൻ പറഞ്ഞത്, ഒരിക്കലും ഒരിടത്തും നീ ലജ്ജിതനാകാൻ അവൻ അനുവദിക്കത്തില്ല. അത് നടന്നില്ല, അത് ശരിയായില്ല, അത് സക്സസ് ആയില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ വരാൻ സമ്മതിക്കില്ല. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അവർ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോ എന്തായിരുന്നു ആ 70 പേരുടെ സന്തോഷത്തിന്റെ കാരണം? അവരുടെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മിനിസ്ട്രിയിൽ ഉണ്ടായ സക്സസ് ആണ്. അവർ ചെന്ന് പ്രാർത്ഥിച്ചപ്പം ഭൂതങ്ങൾ അലറി വിട്ടുപോയി, രോഗികൾ സൗഖ്യം പ്രാപിച്ചു, അത്ഭുതകരമായ വിടുതലുകൾ അവിടെ നടന്നു. അപ്പോ അശുദ്ധാത്മാക്കൾ കീഴടങ്ങുന്നതും അത്ഭുത വിടുതലുകൾ നടക്കുന്നത് കണ്ടപ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞപ്പോൾ വലിയ ഡെലിവറൻസുകൾ നടക്കുന്നത് കണ്ടപ്പോൾ ഇവര് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. സത്യത്തിൽ അവരുടെ മിനിസ്ട്രി സക്സസിലായിരുന്നു. ബാഹ്യമായി അവർ കണ്ട ചില കാഴ്ചകളിലായിരുന്നു അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പറയുക,
സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. സാത്താൻ ലൈറ്റ്നിങ് പോലെ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഇനി ഈ പദം ടൈപ്പ് ചെയ്യാമെങ്കിൽ ടൈപ്പ് ചെയ്തോ, പറയാമെങ്കിൽ പറഞ്ഞു, എന്തേലും ഒന്ന് ചെയ്യ, വാ തുറന്നൊന്ന് പറ. സാത്താന്റെ വീഴ്ച യേശു കണ്ടു. സാത്താൻ വീഴുന്നത് യേശു കണ്ടു. സാത്താൻ വീഴുന്ന അവന്റെ വീഴ്ച യേശു കണ്ടു. അതെന്താ അങ്ങനെ? 17-ാമത്തെ വാക്യത്തിൽ ഈ 70 പേര് അവരുടെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോയില്ലേ ആ പട്ടണത്തിൽ? എനിക്ക് മുൻപായി പോയില്ലേ? ഞാൻ കണ്ടു നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഇങ്ങനെ ആകാശത്തുനിന്ന് മിന്നൽ പോലെ വീഴുന്ന കാഴ്ച. എനിക്ക് അവിടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അയച്ച കർത്താവ് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അയച്ച കർത്താവ് അവരെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സാത്താന്റെ വീഴ്ച യേശു കണ്ടെങ്കിൽ സാത്താൻ വീണവനല്ലേ? വീണവനല്ലേ? അതെ, പിശാച് പരാജിതനാണ്. അവൻ വിജയിച്ചവനല്ല. സാത്താൻ വിജയിച്ചവനല്ല, സാത്താൻ വീണവനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിശാച് വിജയിച്ചവനല്ല, അവൻ വീണവനാണ്. ഹല്ലേലൂയ. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തവരാരാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ചിലരുടെ അകത്ത് ഭയങ്കരമായിട്ട് അത് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. സാത്താൻ വിജയിച്ചവനല്ല, അവൻ വീണവനാണ്. സാത്താൻ വിജയിച്ചവനല്ല, അവൻ പരാജിതനാണ്. ഈ നമ്മളിങ്ങനെ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരാൾ ഭയങ്കര ഗമയില് നമ്മുടെ മുമ്പിലൂടെ നടന്നുപോയി. ചെറിയൊരു സ്ലോപ്പില് വെള്ളം കെട്ടിക്കിടന്നിടത്ത് പുള്ളി തെന്നി വീണു. ഈ വീണ ആള് കുഴപ്പമൊന്നുമില്ല, പുള്ളി ചെറുതായിട്ടൊന്ന് വീണു, അത്രയേ ഉള്ളൂ, കാലൊന്ന് മടുത്തൊന്ന് വീണ. വീണിട്ട് പെടാന്ന് എഴുന്നേറ്റ് പുള്ളി ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചുറ്റും ഒന്നും നോക്കും. എന്താണെന്നറിയോ നോക്കുന്നേ? പുള്ളി വീണത് ആരെയും കണ്ടോ എന്നുള്ളതാ പുള്ളി നോക്കുന്നേ. പുള്ളി വീണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടയാൾക്ക് പിന്നെ പുള്ളി എന്ത് കൊടുക്കത്തില്ല? മുഖം കൊടുക്കത്തില്ല. മൈൻഡ് ചെയ്യാതെ പോകും. എന്ത് പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഴ്ച ഒരുത്തൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അവന്റെ മുമ്പിൽ പോയി തലയും പൊക്കി പിടിച്ച് ഗമയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നൈസായിട്ട് അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. സാത്താന്റെ വീഴ്ച യേശു കണ്ടു. അവൻ പരാജിതനാ, അവൻ തകർന്നവനാന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പുള്ളി കർത്താവിന്റെ അടുത്ത് വന്ന് ഷൈൻ ചെയ്യാൻ വരികയില്ല. ഹല്ലേലൂയ. അവനെ തോൽപ്പിച്ചവനാ കർത്താവ്. അവന്റെ പ്രവർത്തികളെ അഴിച്ചവനാ യേശു. ഇനി മെസ്സേജ് പറയുമ്പോൾ ഒരു ഡെലിവറൻസ് നിങ്ങളുടെ അകത്ത് നടക്കട്ടെ. അതാണ് എബ്രായർ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എബ്രായർ 2:14 പറയുന്നേ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഞാനും നിങ്ങളും ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് യേശുവും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ. ഞാൻ അവിടെ നിന്ന് നിൽക്കുവാകണം. മരണഭീതി ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 1.5 വർഷമായി ദേശങ്ങളിലെല്ലാം പല വ്യക്തികളിലും ഏറ്റവും ശക്തമായി ഉയർന്നു നിൽക്കുന്ന ഒരു വികാരമാണിത്, മരണഭീതി. ഹല്ലേലൂയ. പല ആൾക്കാരുടെയും അകത്ത് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഭീതിയുണ്ട്, മരണഭീതി. ആ മരണഭീതിയിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ മരിച്ചു പോകുമോ, തകർന്നു പോകുമോ എന്നുള്ള ഭീതി പലരുടെയും ഉള്ളത്തിലുണ്ട്.
അതൊരു അടിമത്തമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയം ഒരടിമത്തമാണ് എന്ന് ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, ഭയം ഒരടിമത്തമാണ്, അതൊരു ബോണ്ടേജ് ആണ്. അതുകൊണ്ടാണ് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ഇന്ന് പകൽ ചില ഭയത്തിന്റെ അടിമത്വങ്ങളെ ഹൃദയത്തിനകത്ത്, ചിന്തകൾക്കകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിശാച് വിതച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിതച്ച് അടിമത്വം, ഭയത്തിന്റെ അടിമത്വം ചില വ്യക്തികളിൽ വെളിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ അടിമത്വം, ബോണ്ടേജിനെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ സ്വർഗ്ഗം ഉടച്ചു കളഞ്ഞിരിക്കുന്നു. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ, ഭീതിയിൽ പിടിക്കപ്പെട്ട് കിടന്നവരെ, എന്തൊക്കെയോ ഭീതികളിൽ, ഭയത്തിൽ പിടിക്കപ്പെട്ട് കിടന്നവരെ ഒക്കെയും അവൻ വിടുവിക്കാൻ പോന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നേ. പ്രാർത്ഥിച്ചു നോക്ക്, ചിലപ്പോൾ വിടുവിക്കുമായിരിക്കുമെന്നല്ല. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ഇന്നും ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളും നിങ്ങളുടെ അകത്തുനിന്ന് വിട്ടുപോകട്ടെ. മക്കളെ കുറിച്ചുള്ള ഭയം, വ്യക്തിപരമായ ഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, കുടുംബത്തെ കുറിച്ചുള്ള ഭയം, ആകുലത, ആ ഭയത്തിന്റെ അടിമത്വം. ഉറങ്ങാൻ പറ്റുന്നില്ല, ചിലർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആങ്സൈറ്റി, ഫിയർ, I break it right now in the mighty name of Jesus. Thank you Holy Ghost. ആ മരണത്തെ, തന്റെ മരണത്താൽ മരണഭീതിയിൽ കടന്നവരെ മുഴുവൻ യേശു കർത്താവ് വിടുവിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ ഭീതി കൊണ്ടുവന്ന ആരാന്നുള്ളതാ 14-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നേ. എബ്രായർ 2:14 കിടക്കുന്ന ഈ ഭീതി ആരാ കൊണ്ടുവന്നെന്നുള്ളതാ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, മരണാധികാരിയായ ഘോരനാം ശത്രുവെ മരണത്താൽ നീക്കി. ഒന്ന് പാടാൻ തയ്യാറായിക്കോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേ, ഈ വെളിപ്പാടകത്ത് പൗലോസിന്റെ കയറി. എല്ലാരും പേടിക്കുന്ന മരണം, എല്ലാരും ഭയപ്പെടുന്ന ഈ ഒരു സംഭവത്തെ ചിരിച്ചോണ്ട് തന്റെ ഇടത്തോടെ മരണത്തോട് ചോദിച്ചു, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പാട്ടിന്റെ വരികൾ ഒന്ന് ചേർന്ന് പാടാമോ? മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥൻ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായി കിടന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ജീസസ് നെയിം. ഹല്ലേലൂയ. അതുകൊണ്ടാ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. ജിജി പാസ്റ്റർ 1 യോഹന്നാൻ 3:8, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ
പ്രത്യക്ഷനായി. ദൈവപുത്രൻ എന്തിന് ഈ ഭൂമിയിൽ വന്നു? യേശുവിനെ പിതാവ് എന്തിന് ഈ ഭൂമിയിലേക്ക് അയച്ചു? പാപം വിമോചിക്കാൻ, ഇമ്പോർട്ടന്റ്. ശാപം അനുഗ്രഹമാകാൻ, വെരി ഇമ്പോർട്ടന്റ്. നിത്യജീവൻ തരാൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. എല്ലാം ശരിയാ. പക്ഷേ ഈ വെളിപ്പാട് എന്താ ഓർക്കാത്ത? ദൈവത്തിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതിന്റെ അതിപ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. സ്തോത്രം. ഇപ്പോഴൊക്കെ ബന്ധനം അഴിയട്ടെ എന്നും കെട്ടുകൾ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ ഈ പുസ്തകം കൊണ്ട് നടക്കുന്നവൻ ചിരിക്കും. ചില ആൾക്കാർ പിന്നെ ബന്ധനം അഴിയുക, കെട്ടു പൊട്ടുക. സ്തോത്രം. അങ്ങനെയൊക്കെ പറഞ്ഞ പരിഹസിക്കും. പക്ഷെ യേശു ഈ ഭൂമിയിൽ വന്നത് അഴിപ്പാന്. ഞാൻ പറയുന്നു, ബന്ധനം അഴിയത്തില്ല, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്നവൻ നീ യേശുവിനെ അപമാനിക്കുക. നീ വലിയ ഭക്തനായി നിന്നോണ്ട് നീ കർത്താവിനെ അപമാനിക്കുക. കാരണം യേശു ഈ ഭൂമിയിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനാ. അഴിയേണ്ടത് അഴിയണം, പൊട്ടിമാറേണ്ടത് പൊട്ടിമാറണം. എത്ര കുടുംബങ്ങളെയാ കള്ള സാത്താൻ ബന്ധിച്ചിരിക്കുന്നത്, എത്ര കുടുംബജീവിതങ്ങളെ അവൻ തകർത്തുകൊണ്ടിരിക്കുന്നത്, എത്ര വ്യക്തികളെ അവൻ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, എത്ര യൗവനക്കാരായ കുഞ്ഞുങ്ങളെയാ അവൻ പാപത്തിലേക്ക് തിരിച്ചുവിടുന്നു. ഇവിടെ ഡിബേറ്റ് നടത്തുക. ഈ സമയത്ത് വേറെ വിഷയങ്ങളെ കുറിച്ച്. എൽഷദായോട് ഞാൻ പറയുന്നു, സഭയോട് ഞാൻ അറിയിക്കുന്നു, ദൈവവചനപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവ പ്രവർത്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കുറെ വാചകവടിയല്ല. അതാ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ ശുശ്രൂഷ ജ്ഞാനത്തിന്റെ കുറെ വശീകരണ വാക്കുകളല്ല, അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെയും പ്രദർശനമായി, ഡെമോൺസ്ട്രേഷനായി. ഇന്ന് ഈ മിനിസ്ട്രി നടക്കുമ്പം, ഈ ലൈവ് നടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി പേര് സൗഖ്യമാകണം. അഴിക്കണമെങ്കിൽ കെട്ടണം, കെട്ടാതെ അഴിക്കാൻ പറ്റില്ല. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അഴിക്കണമെങ്കിൽ കെട്ടിയേ പറ്റുള്ളൂ. അപ്പൊ പിശാചിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തുവാ? കെട്ടുക, ബൈൻഡ് ചെയ്യുക. യേശുക്രിസ്തു എന്തോ ചെയ്യുന്നേ? അവൻ കെട്ടിയതിനെ അഴിക്കുക. ഹല്ലേലൂയ. മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചിലതിന്റെയൊക്കെ വീടും ജീവിതവും ഒക്കെ അവൻ ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അതാ ചിലർ പറയുന്നത് 8 മാസമായിട്ട് സ്വസ്ഥതയില്ല, 5 കൊല്ലമായിട്ട് ഒരു നന്മയുണ്ടാകുന്നില്ല, 10 വർഷമായിട്ട് സ്വസ്ഥതയില്ല, ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, 4 കൊല്ലമായിട്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, 4 കൊല്ലമായി 8 കൊല്ലമായി 10 കൊല്ലമായിട്ടൊക്കെ അവൻ അവിടെ ആ സ്വസ്ഥത കൊടുക്കാതെ, നന്മ കൊടുക്കാതെ അതിനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ പിശാച് 5, 8, 10, 17 വർഷം ബന്ധിച്ചു കെട്ടിവെച്ചതിനെ എന്റെ കർത്താവിനെ അഴിക്കാൻ ഒറ്റ സെക്കൻഡ് മതി എന്ന സത്യവും ഞാൻ അറിയിക്കും. ഒറ്റ സെക്കൻഡ് മതി. വിശ്വസിക്കാവോ? വിശ്വസിച്ചില്ല നീ ആ ബന്ധനത്തിൽ അങ്ങ് തുടർന്നങ്ങ് പൊയ്ക്കോ. അതിനകത്ത് തന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ അത് അഴിഞ്ഞിരിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അതിനെ അഴിച്ചു മാറ്റും, പൂർണ്ണമായി അഴിച്ചു മാറ്റും. താങ്ക് യു ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. നിങ്ങൾക്കൊരു ദോഷം വരുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. നിങ്ങൾക്കൊരു ദോഷം വരുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളെ വിളിച്ച കർത്താവ് പറയുന്നു, മോനെ, മോളെ, ദൈവദാസനെ, ബ്രദറെ, പാസ്റ്ററെ, എന്നെ നോക്കിയേ, നിനക്കൊരു ദോഷവും വരാൻ എന്റെ കർത്താവ് അനുവദിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് മലീത്ത എന്ന ദ്വീപിൽ വന്ന് നിൽക്കുമ്പം എല്ലാവരും തണുപ്പ് കാരണം വിറകെടുത്ത് കത്തിച്ച് ആ തീയുടെ ചൂടേറ്റോണ്ടിരിക്കുമ്പോ പൗലോസും പോയി ഒരു വിറകെടുത്തു. അവന്റെ കയ്യിൽ ഒരു അണലി ചുറ്റി, കടിച്ചെന്നില്ല, അണലി ചുറ്റി. ആ ജന്തു അവന്റെ കയ്യിൽ പറ്റി. പൗലോസ് അതിനെ തീയിലോട്ട്
കോടഞ്ഞു കളഞ്ഞു. ആ ദേശനിവാസികളും അവിടെയുള്ള ആൾക്കാരെല്ലാം പൗലോസിന് എന്ത് സംഭവിക്കും, നെക്സ്റ്റ് മിനിറ്റ്, നെക്സ്റ്റ് സെക്കൻഡ്, അടുത്ത മൂമെന്റിൽ അവൻ എന്ത് സംഭവിക്കുമെന്നിങ്ങനെ അവനെ നോക്കിയിരിക്കുമ്പോൾ കുറെ ആൾക്കാർ കമന്റും എഴുതി, അതിന്റെ താഴെ കമന്റും എഴുതി വെച്ചു, ഇവനിപ്പോ വീർത്ത് ചാകും, ചത്തു വീഴും. അവരുടെ ആഗ്രഹമാണ് അവർ ഈ പറയുന്നത്. പ്രൈസ് ഗോഡ്. അതിങ്ങനെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സത്യമുണ്ട്, അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. നിനക്ക് എന്നാ പറ്റുമെന്ന് നോക്കിയിരിക്കുന്നവരുടെ മുൻപിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് പറയുന്നു, നിനക്ക്, നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും ഈ പുസ്തകം എടുത്ത നിനക്ക് ഒരു ദോഷവും സംഭവിക്കാൻ അവൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ അനുവദിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. കാരണം എന്താ? ഇസ്രായേലിന്റെ പരിപാലകൻ. അവൻ എന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം. താങ്ക് യു ജീസസ്. ആ കൈകളൊന്ന് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ്. ബൈബിൾ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളുണ്ട്. കഷ്ടതയില്ലെന്നല്ല, പ്രശ്നങ്ങളില്ലെന്നല്ല, ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മളെ ദൈവത്തിന് പണിയാൻ വേണ്ടി, നമ്മളെ ദൈവത്തിന് ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ദൈവം നമ്മളെ ശോധനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടത്തിവിടാറുണ്ട്. പക്ഷെ ഒരിക്കലും പിശാചിന് തട്ടിക്കളിക്കാൻ നിന്നെ ഒരു ഫുട്ബോളായി അവൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കും കർത്താവിനോട്. യേശുവേ, എന്റെ വീട്ടിലോട്ട് വരാൻ പറ. കർത്താവെ, എന്റെ ജീവിതത്തിലോട്ട് വരാൻ പറ. ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ അത്ഭുതമാക്കാൻ യേശുവിന് കഴിയും. 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, എങ്കിലും, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. തൊട്ടുമുകളിൽ ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, ഭയങ്കര വിടുതലുകൾ നടന്നു. സാത്താൻ ആകാശത്തുനിന്ന് മിന്നൽ പോലെ വീഴുന്നത് കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, എങ്കിലും. ആ എങ്കിലും എന്നുള്ള പദത്തിൽ ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കുന്നു. ഇവിടെ എന്തോ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഈ 70 പേര് സന്തോഷത്തോടെയാ കർത്താവിന്റെ അടുത്ത് മടങ്ങി വന്നത്. അവരുടെ സന്തോഷത്തിന്റെ കാരണം ഞാൻ പറഞ്ഞു, അവരുടെ മിനിസ്ട്രിയിൽ ഉണ്ടായ സക്സസ് ആണ്. അവർ ചെന്ന് പ്രാർത്ഥിച്ച, ശുശ്രൂഷിച്ച മേഖലയിൽ ഭയങ്കര ദൈവപ്രവൃത്തി നടന്നു. അതിന്റെ സന്തോഷമാണ് അവരുടെ മുഖത്ത്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ യഥാർത്ഥമായി സന്തോഷിക്കേണ്ടത് അതിലല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഭൂതം പോകണ്ടെന്നല്ല, അതിന്റെ അർത്ഥം രോഗി സൗഖ്യമാക്കണ്ടെന്നല്ല, അതിന്റെ അർത്ഥം ബന്ധനം അഴിയരുതെന്നല്ല. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? നമ്മുടെ ആൾക്കാർ ഇതിനെ പഠിപ്പിക്കുന്നത്, എന്റെ ഭാഷ പറഞ്ഞു, ഒന്നി അങ്ങേയറ്റം അല്ലേ ഇങ്ങേയറ്റം. ഇതൊരു ബാലൻസ്ഡ് ടീച്ചിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂതം പോകേണ്ടതും രോഗി സൗഖ്യമാകേണ്ടതും ആവശ്യമാണ്. പക്ഷെ സ്വർഗത്തിൽ പേരെഴുതേണ്ടത് അത്യാവശ്യമാണ്. ഭൂതം പോകേണ്ടതും രോഗി സൗഖ്യമാകേണ്ടതും വിടുതൽ നടക്കേണ്ടതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സ്വർഗത്തിൽ നിത്യതയിൽ നിങ്ങൾ എത്തേണ്ടത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ 70 പേര് അറിഞ്ഞില്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവരുടെ പേര് യേശു സ്വർഗത്തിൽ എഴുതിയെന്ന്. അവരെ വിളിച്ചപ്പോ തന്നെ
അവരെ വേർതിരിച്ചപ്പോൾ തന്നെ, അവരെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ, അവരെ നിയോഗിച്ചപ്പോൾ തന്നെ അവര് പോലും അറിഞ്ഞില്ല, അവരറിയാതെ അവരുടെ പേര് കർത്താവ് സ്വർഗത്തിൽ എഴുതിയായിരുന്നു. അത് പക്ഷെ ഇപ്പോഴാ യേശു പറഞ്ഞേ. ഹല്ലേലൂയ. നീ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ, കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തപ്പോൾ, ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്തപ്പോൾ, നിങ്ങൾ അറിയാത്തത് പലതും, നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടില്ലാത്തത് പലതും എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. നിങ്ങൾ അറിയാത്തത് പലതും ആത്മമേഖലയിൽ, സ്പിരിച്വൽ വേൾഡിൽ, ആ സ്പിരിറ്റ് വലത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇവരീ ബാഹ്യമായി കണ്ട ശുശ്രൂഷയുടെ സക്സസിലാണ് അവർ സന്തോഷിച്ചതെങ്കിലും സ്വർഗത്തിലെ ബുക്കിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയത്, ഇവരുടെ പേരെഴുതി കഴിഞ്ഞത് ഇവർ കണ്ടില്ലല്ലോ. എന്നാ കർത്താവ് പറയുന്നത്, നീ കാണാത്ത ചിലതും നീ അറിയാത്ത ചിലതും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീ അതിലാണ് യഥാർത്ഥമായി സന്തോഷിക്കുന്നത്. ഇപ്പൊ നിന്റെ കണ്ണുകൾ കൊണ്ട് ബാഹ്യമായി കാണുന്ന ചില താൽക്കാലിക വിഷയങ്ങളിലല്ല നീ സന്തോഷിക്കേണ്ടത്. നീ യഥാർത്ഥമായി സന്തോഷിക്കേണ്ടത് ഞാൻ നിനക്കായി ഒരുക്കിയ നിത്യജീവനിലാണ്. ചേർന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഞാൻ വീണ്ടും പറയുന്നു, അതിന്റെ അർത്ഥം ഭൂതം പോകരുതെന്നോ രോഗി സൗഖ്യമാകരുതെന്നോ അല്ല കേട്ടോ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈ സന്തോഷവും പക്വതയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഒരു ശമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ ഉച്ചയ്ക്ക് കിണറ്റുകരയിൽ വന്നു. ആ സമയത്ത് യേശു അവളെ കാത്ത് ആ കിണറ്റുകരയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സഹോദരി വെള്ളം കോരാൻ വന്ന ഉടനെ കർത്താവ് അവളോട് ചോദിച്ചു, യോഹന്നാൻ 4 പറയുന്നത്, ഇപ്പൊ എടുക്കണം, ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് അവളോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഉടനെ അവള് പറഞ്ഞു, കിണറ് ആഴമുള്ളതാ, പിന്നെ അത് മാത്രമല്ല, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? കാരണം യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു, ശത്രുതയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ കർത്താവ് അവളുടെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ അവള് കർത്താവിനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കുന്നു, മതം, നീ യഹൂദ മതക്കാരാണ്, ഞങ്ങൾ ശമരിയ മതക്കാരാണ്. നിങ്ങളുടെ മതക്കാര് ഞങ്ങളോട് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടുമില്ല, ഞങ്ങളുടെ മതക്കാര് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല, നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളോട് സഹകരിക്കാറില്ല, ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളോട് സഹകരിക്കാറില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴാ കർത്താവ് അവളോട് പറയുന്നേ, ഓക്കെ, എന്നാ ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം തരാം. 4:10. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഉടനെ അടുത്ത വാക്യത്തിൽ അവൾ കർത്താവിനെ വിളിക്കുന്ന ഒരു പദമുണ്ട്, യജമാനനെ. യോഹന്നാൻ 4:11 യജമാനനെ. ഒന്നാമത് വിളിച്ചത് എന്തുവാ? ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ മെസ്സേജ് പറയും, എന്നാൽ ഇപ്പോൾ ജസ്റ്റ് തൊട്ടുവിടുക. ഒന്നാമത് വിളിച്ചത് എന്തുവാ? യഹൂദനെ എന്നാണ്. കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞും വിളിച്ചത് എന്തുവാ? യജമാനനെ എന്നാണ്. പിന്നെ എന്റെ താഴത്തെ വാക്യത്തിൽ കർത്താവ് അവളോട് പറയുന്നുണ്ട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ നിന്റെ ഭർത്താവല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് കർത്താവ് അവളോട് പറയുമ്പോൾ അവളെ യേശുവിനോട് പറയുന്നുണ്ട്, പ്രവാചകനെ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു. കുറച്ചും കൂടെ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോ അവള് പറയുക, നീ ഒരു പ്രൊഫറ്റാണ്, നീ ഒരു പ്രവാചകനാണ്. ഏറ്റവും അവസാനം ഇവള് പറയുകയാണ്, പട്ടണത്തിലെല്ലാം ചെന്നിട്ട് കുടവും വെള്ളവും എല്ലാം അവിടെ വെച്ചിട്ട് അവൾ ഓടി പട്ടണത്തിൽ, ഞാൻ മശിഹായെ കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടെത്തി, അവനെ കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. തുടക്കം എന്തുവായിരുന്നു? യഹൂദനെ എന്ന് വിളിച്ചാ തുടങ്ങി. പിന്നെന്തുവാ വിളിച്ചേ? യജമാനനെ. പിന്നെന്തുവാ വിളിച്ചേ? പ്രവാചകനെ. പിന്നെന്താ വിളിച്ചേ? മശിഹ. അപ്പോ ഇങ്ങനെ ദൈവത്തോടുള്ള ബന്ധം അങ്ങനെയാണ്. ഇങ്ങനെ അടുക്കും തോറും അരികിൽ വരും തോറും അവനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, വെളിപ്പാടുകൾ ഇങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ അകന്നകന്ന് പോകും തോറും അവനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ മാറി മാറി വരും. ചില പാരമ്പര്യവാദികളുടെ കൈ പോയി പെടുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തോട് അടുത്തടുത്ത് വരുന്തോറും, കർത്താവിനോട് അടുത്തടുത്ത് വരുന്തോറും നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള
ആ കാഴ്ചപ്പാടുകൾക്ക്, വെളിപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിക്കും. ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നാം അറിയാത്തത് പലതും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ സന്തോഷവും പക്വതയുമായി ഭയങ്കര ബന്ധം. ആദ്യം ഇവള് വെള്ളം കോരാനാ വന്നേ. പക്ഷെ യേശു ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവക്ക് വെള്ളവും വേണ്ട, കുടവും വേണ്ട, ഒന്നും വേണ്ട. അതെല്ലാം കളഞ്ഞിട്ട് അവൾ യേശുവിനെ കുറിച്ച് പറയാൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവൾ കുറച്ചും കൂടെ ദൈവത്തോട് അടുത്തപ്പോൾ, സംസാരിച്ചപ്പോൾ, അവൻ ആരെന്നറിഞ്ഞപ്പോൾ ഭൗതിക വിഷയമല്ല അവളുടെ ഇമ്പോർട്ടന്റ്, അവളുടെ വിഷയം ആത്മീയമായി മാറി. ഇത് ഇങ്ങനെയാ ക്രിസ്തീയ ജീവിതം കേട്ടോ. ചിലര് എന്തിനാ സന്തോഷിക്കുന്നത് അവർക്ക് പോലും അറിയത്തില്ല. കുഴപ്പമില്ല, അവരെ കുറ്റം പറയണ്ട. അവരത്രയും സ്പിരിച്വലി വളർന്നിട്ടില്ലാത്തതുകൊണ്ട്. എന്റെ ബ്രദറെ, എന്റെ മാസ്റ്ററെ, കർത്താവ് എനിക്കൊരു 2 കാറ് തന്നു, ഭയങ്കര ഒരു വീട് തന്നു, കുറെ വസ്തുക്കൾ തന്നു. ഭയങ്കര സന്തോഷം അവരിത് പറയുമ്പോൾ. അവരെ ഡിസ്കറേജ് ചെയ്യുന്നില്ല കേട്ടോ. തരട്ടെ, ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മയും തരട്ടെ. പക്ഷെ അതിനപ്പുറത്ത് വേറൊരു ലൈഫ് ഉണ്ടെന്നും, ഇതൊക്കെ ഈ ഭൂമിയിലെ താൽക്കാലിക കാര്യമാണെന്ന് അവരറിയുന്നില്ല. ലോകവും അതിന്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകുമെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അവരതിലേക്ക് വന്നിട്ടില്ല. ഈ 4 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിന്റെ കയ്യിൽ, ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ, ഒരു ഐസ്ക്രീം കൊടുത്താൽ ആ കൊച്ചിന് ഭയങ്കര സന്തോഷമായിരിക്കും. താങ്ക് യു പപ്പ, താങ്ക് യു അങ്കിൾ, താങ്ക് യു അച്ഛ എന്നൊക്കെ പറയും. എന്നാൽ ഇതേ ചോക്ലേറ്റ്, ഐസ്ക്രീം ആ കൊച്ചിന്റെ അപ്പന്റെ കയ്യിൽ, 50 വയസ്സുണ്ടെന്നിരിക്കട്ടെ അപ്പന്, കൊച്ചിന്റെ അപ്പന്റെ കയ്യിൽ കൊടുത്താൽ പുള്ളിക്ക് യാതൊരു സന്തോഷവും ഇല്ല. കാരണം എന്താ? ഷുഗറാ, ഇത് കഴിക്കാൻ പറ്റുകയില്ല. ഷുഗറും ഇല്ലാത്ത രോഗം ഒന്നും തന്നെ ഇല്ല, ഒരു സന്തോഷമില്ല. ചോക്ലേറ്റ് എന്തിനാന്നാ ചോദിക്കുന്നത്. എന്നാ ഈ 4 വയസ്സുള്ള കൊച്ചിന്റെ കയ്യില് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊടുത്തേ. 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്, പേപ്പർ സൈനൊക്കെ ചെയ്ത് 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഈ കൊച്ചിന്റെ കൊടുത്ത്, കൊച്ച് 10 മിനിറ്റ് അത് ഡൈനോസറിന്റെ പടമൊക്കെ വരച്ചു, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വരച്ചു വെച്ച് വലിച്ചു കീറി 4 വഴിക്ക് കളയും. എന്നാൽ ഇതേ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഈ കൊച്ചിന്റെ അപ്പന്റെ കൊടുത്തേ. പിന്നെ അയാൾ ഒരു ലൈവ് സർവീസിനും പങ്കെടുക്കുകയില്ല, യോഗത്തിനും വരികയില്ല. 2-3 ആഴ്ചയെ പിന്നെ പുള്ളിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സന്തോഷവും പക്വതയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കുഞ്ഞിന് ഐസ്ക്രീമും ചോക്ലേറ്റും കിട്ടുന്നത് ഭയങ്കര സന്തോഷം. പക്ഷെ ഈ സാധനം അപ്പന് കിട്ടുന്നത് വലിയ സന്തോഷം എന്നുള്ള കാര്യം. കൊച്ചിന്റെ കയ്യിൽ ചെക്ക് കൊടുത്താൽ കൊച്ചിന് ഇത് എന്തുവാന്ന് അറിയില്ല, അത് വലിച്ചു കീറി കളയും. പക്ഷെ ഇത് അപ്പന്റെ കിട്ടി അവന് ഭയങ്കര സന്തോഷം. അപ്പോ നമുക്ക് ലഭ്യമാകുന്ന ചില ദാനങ്ങളിൽ നമ്മുടെ മെച്യൂരിറ്റിയുമായി, പക്വതയുമായി ഭയങ്കര ബന്ധമുണ്ട്. ഈ ആത്മീകമായ ആ ശൈശവത്വത്തിൽ അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന വ്യക്തികൾക്കാണ്, തുടക്കക്കാർക്കാണ് ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ വരുന്നു കഴിയുമ്പോൾ, കിട്ടിക്കഴിയുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യും. പക്ഷെ അവര് കർത്താവിനോട് അടുത്ത് കുറെ നാള് കഴിഞ്ഞ് ഇതിനകത്തൊന്നും അല്ല കാര്യം, ഇതിനൊക്കെ അപ്പുറത്തൊരു നിത്യതയുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ പരദേശിയായി പാർക്കുന്ന ഒരു മനുഷ്യനാണ്, ഇതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടതാണ്. ഹല്ലേലൂയ. നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. ഇതിനകത്തൊന്നും അല്ല കാര്യം. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്നുള്ള ആ സ്പിരിച്വൽ മെച്ചോറിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ പുള്ളിക്ക് വീടും വസ്തുവും കാറ് എന്നെ കിട്ടിയാലും ഓക്കെ, താങ്ക് യു ലോർഡ് എന്ന് പുള്ളി പറയുമെങ്കിലും പുള്ളി അതിനകത്ത് ഫോക്കസ്ഡ് ആയിരിക്കുന്നില്ല. നമ്മൾ അബ്രഹാമിന്റെ ചരിത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചപ്പോൾ അത് പറഞ്ഞു. അബ്രഹാം ഭൗതികമായി ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു, ഭയങ്കര റിച്ചായി. പക്ഷെ അബ്രഹാമിന്റെ ഫോക്കസ് ആടുമാടുകളിലോ കാളയിലോ പൊന്നിലോ വെള്ളിയിലോ ഒന്നും ആയിരുന്നില്ല. അബ്രഹാമിന്റെ ഫോക്കസ് എങ്ങനെ ദൈവത്തെ ആരാധിക്കാം, എവിടെ കൂടാരം അടിക്കാം, എവിടെ യാഗപീഠം പണിയാം, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നുള്ള വിഷയത്തിലായിരുന്നു. നമ്മൾ ആത്മീകമായി വളർന്നു കഴിയുമ്പോൾ കുറേയും കൂടെ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ആ ശൈശവ പ്രായത്തിൽ നിൽക്കുന്ന വിശ്വാസികളില്ലേ, ആ കുഞ്ഞു പ്രായത്തിൽ, ആ ബിഗിനിങ് ടൈമിൽ നിൽക്കും, അവരെ ഒരിക്കലും ഈ വലിയ അച്ചായന്മാരും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യരുത്. അവര് വരട്ടെ, അവരും വളരട്ടെ, അവരും പഠിക്കട്ടെ, അവരും കയറി വരട്ടെ, അവരും നിങ്ങളെ പോലെ ആകും ഒരു സമയത്ത്. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ അർത്ഥം ഭൂതം പോകണ്ടെന്നല്ല, രോഗി സൗഖ്യമാകണമെന്നല്ല. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പോയാൽ എല്ലാം പോയി.
സ്നാനപ്പെട്ടത് എന്തിനാ? രക്ഷിക്കപ്പെട്ടത് എന്തിനാ? ദൈവത്തെ അറിഞ്ഞ എന്തിനാ? പാരമ്പര്യമൊക്കെ വിട്ട് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് എന്തിനാ? കുറെ തർക്കസംഗതികൾക്ക് വേണ്ടിയോ? വാദിക്കുന്നവരോടുകൂടെ വാദിക്കാനോ? കുറെ പരീക്ഷത്വത്തിൽ ജീവിക്കാനോ? നോ. എൻ്റെ ടാർജറ്റ്, എൻ്റെ ലക്ഷ്യം, എൻ്റെ ഗോൾ ആ എറ്റേണൽ ലൈഫ്, നിത്യജീവന്. അവിടെ എത്തുക എന്നുള്ളത്, ആ വിരുദ് പ്രാപിക്കുക എന്നുള്ളത്, അതിലാണ് ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണ് കർത്താവിൽ നിന്ന് പോകത്തില്ല, വചനത്തിൽ നിന്ന് പോകത്തില്ല. ചുറ്റും നടക്കുന്നതിലല്ല എൻ്റെ കണ്ണാ പോകേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമി ജീവിക്കുമ്പം എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായിരിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് വിശ്വസ്തനായ ഒരു ഭർത്താവായിരിക്കണം, എൻ്റെ മക്കൾക്ക് സ്നേഹമുള്ള ഒരു അപ്പനായിരിക്കണം, എൻ്റെ കൂട്ടുവേലക്കാർക്ക് ഞാൻ നല്ലൊരു സഹോദരനായിരിക്കണം, സമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അതെല്ലാം നടക്കട്ടെ. പക്ഷെ എൻ്റെ മെയിൻ ടാർജറ്റ്, എൻ്റെ ഗോൾ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് ഒരുക്കിയ നിത്യതയാണ്. ആ കരങ്ങളിൽ നിന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. ഞാൻ ഇനി പറയുന്ന വിഷയത്തിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് താൻ പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ ചെയ്തു. പുത്രൻ എന്ന് പറയുന്നത് തന്നെ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. നിങ്ങൾ എത്ര പേര് സമ്മതിക്കും സഹോദരങ്ങളെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ നിർവഹിച്ചവനാണ് പുത്രൻ എന്ന് എത്ര പേര് സമ്മതിക്കുന്നു? അവരൊരു ആമീൻ പറഞ്ഞു. പിതാവിന്റെ ഇഷ്ടം മാത്രമാണ് പുത്രൻ ചെയ്തത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. തന്റെ പ്രവർത്തികളിലൂടെ, തന്റെ പ്രസംഗങ്ങളിലൂടെ പിതാവിന്റെ ഇഷ്ടത്തെ ചെയ്ത പുത്രൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് എന്താ? കർത്താവ് ഏറ്റവും കൂടുതൽ നടത്തിയത് പ്രസംഗമാണോ? യേശു ഏറ്റവും കൂടുതൽ നടത്തിയത് അന്ന് തുരുതുരാ മെസ്സേജുകളാണ്? അല്ല. ഞാൻ ബൈബിള് വായിക്കുമ്പോ കർത്താവ് കുറച്ച് സംസാരിച്ചു, കൂടുതൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ ചെയ്തത് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആണ്. കൂനിയായ സ്ത്രീ ശബത്ത് ദിവസമായിട്ടും യേശു അവളെ സൗഖ്യമാക്കി. മർക്കോസ് 5 വായിക്കുന്നു, അശുദ്ധാത്മാവുള്ള 6000 ഭൂതമുള്ളവനെ യേശു സുഖപ്പെടുത്തി. മർക്കോസ് 9 വായിക്കുന്നു, കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത ബാല്യം മുതൽ പ്രയാസമുള്ള മകനെ യേശു സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. അപ്പോ ഇത്രയെങ്കിലും ഒന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഇത് എന്റെ ഭാഷ പറഞ്ഞ് ഇതെങ്കിലും ഒന്ന് സമ്മതിക്കാൻ പറ്റുമോ? പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ വന്ന് നടപ്പാക്കിയവനാണ് പുത്രൻ എന്ന് സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിക്കുകയാണെങ്കിൽ യേശു ഈ ഭൂമിയിൽ ചെയ്തത് എന്തായിരുന്നു? പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അന്ധന് കാഴ്ച കൊടുത്തു, ചെവിടന് കേൾവി കൊടുത്തു, ഊമരെ സംസാരിപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഡെലിവറൻസും ഹീലിംഗും ഒക്കെ ദൈവത്തിന്റെ ഇഷ്ടമല്ലേ? ദൈവത്തിന്റെ ഹിതമല്ലേ? ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതല്ലേ? അങ്ങനെ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? കാരണം പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നടപ്പാക്കിയത് പിതാവിന്റെ ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനതിനെ തുച്ഛീകരിക്കുന്നു? ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ. നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായം വായിക്കുമ്പോൾ ക്രൂശിന്റെ സാധ്യതകൾ അവിടെ എഴുതിയിട്ടുണ്ട്. പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ ഒരു വ്യാധികളെ വഹിച്ചു, വേദനകളെ ചുമന്നു, സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. രക്ഷയും ശാപവിമുക്തിയും നിത്യജീവനും വിമോചനവും വീണ്ടെടുപ്പും എല്ലാം ക്രൂശിലൂടെയാണ് നടന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാ അടിപ്പിണരാലുള്ള സൗഖ്യവും. ഒരെണ്ണത്തെ മാത്രം വലുതായിട്ട് കാണിച്ച് വേറൊന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ദൈവം പ്രാധാന്യം കൊടുത്തതിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയണം. ദൈവം നല്ലതായിട്ട് കണ്ടതിനെ നമുക്ക് നല്ലതായിട്ട് കാണാൻ കഴിയണം. ദൈവം വെറുക്കുന്നതിനെ നമുക്ക് വെറുക്കാൻ കഴിയണം. അതാണ് വിശുദ്ധ ജീവിതം, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെ പ്രസാദിപ്പിക്കാൻ, ഒരു മതത്തെ പ്രസാദിപ്പിക്കാൻ, വീണുപോയ ചില ശൗലുമാരെ പ്രസാദിപ്പിക്കാൻ, പരിഹസിക്കുന്ന ഡിസ്കറേജ് ചെയ്യുന്ന ചില കോരഹമാരെ പൊക്കാൻ വേണ്ടി നിന്റെ കാഴ്ചപ്പാടുകളെ നീ അടിയറവ് പറയുന്നു. നിന്റെ ദർശനത്തിന് മങ്ങലേക്ക്
ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ നിർവഹിച്ച പുത്രൻ ഏറ്റവും കൂടുതൽ ചെയ്തത് ബന്ധനസ്ഥർക്ക് വിമോചനം കൊടുക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, രോഗികളെ സൗഖ്യമാക്കുവാനും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ഡെലിവറൻസുകൾ നടക്കട്ടെ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്ന് മാനസാന്തരപ്പെട്ടെ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവേ, എന്നെ സ്പർശിക്കണമേ, എന്നെ തൊടണമേ. എന്റെ ഏറ്റവും വലിയ ജോയ്, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഭൂതങ്ങൾ കീഴടങ്ങിയതിലല്ല, രോഗി സൗഖ്യമായതിലുമല്ല കർത്താവേ. എന്റെ കുടുംബക്കാർക്കോ, എന്റെ നാട്ടുകാർക്കോ, എന്റെ പാസ്റ്ററിനോ, എന്റെ അച്ഛനോ, എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടല്ലോ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ തേടി വന്നതല്ലോ കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ വന്നല്ലോ കർത്താവേ. അതാ ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ ഞാൻ ബന്ധനത്തിൽ കിടക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല, രോഗിയായി തുടരാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല, പിശാച് പിടിച്ചവൻ പിശാച് പിടിക്കപ്പെട്ടവനായിരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ അത്ഭുത വിടുതലുകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ പുത്രൻ നടപ്പാക്കിയെങ്കിൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. പ്രവർത്തികളിലൂടെ പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ പുത്രൻ നടപ്പാക്കിയപ്പോൾ ശബത്തൊന്നും കർത്താവിന് വിഷയമല്ലായിരുന്നു. ശബത്തിലും അവൻ രോഗികളെ സൗഖ്യമാക്കി. പരീശന്മാരൊന്നും കർത്താവിന് വിഷയമല്ലായിരുന്നു. പരീശന്മാർ എന്തോ പറയട്ടെന്ന് കരുതി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഇന്നത്തെ സന്ദേശത്തിലൂടെ കർത്താവ് തരുന്നു, ഒന്ന്, യേശു കർത്താവിന്റെ പ്രതിനിധികളായി, യേശു കർത്താവിന്റെ സാക്ഷികളായി, കർത്താവിന്റെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ, തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായി, എക്സ്പാൻഷനായി നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ സെൻഡ് ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമതായി, പൈശാചിക മണ്ഡലത്തിന്റെ മേൽ, സാത്താന്യ സാമ്രാജ്യങ്ങളുടെ മേൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഭൂതങ്ങൾ വിട്ടുപോകണം, രോഗികൾ സൗഖ്യമാകണം, ബന്ധനസ്ഥർക്ക് വിമോചനം ഉണ്ടാകണം, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടണം, വഴിപിഴച്ചു പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരണം, ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ ഒന്നാകണം, സാത്താന്യ പ്രവർത്തികൾ തകരപ്പെടണം. മൂന്ന്, അതിപ്രധാനപ്പെട്ട സത്യം, എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകണം. അത് മാഞ്ഞു പോകാൻ ഇടവരല്ലേ. അവിടെ എത്തണം എനിക്ക്. അതാണ് അതിപ്രധാനപ്പെട്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് പകലിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുവാൻ, നിത്യതയിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ എന്താ സംഭവിക്കേണ്ടത്? ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുക്കണം. യേശു നിങ്ങളുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് വരണം. അവന്റെ പരിശുദ്ധ രക്തം നിങ്ങളുടെ പാപങ്ങളെ വിമോചിക്കണം. അങ്ങനെ ഇന്ന് പകലിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ, ദൈവകൽപ്പന അനുസരിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജാതിയോ മതമോ കുടുംബമോ പാരമ്പര്യമോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ അവസ്ഥയെ, നിന്റെ സങ്കടങ്ങളെ, നിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കുന്ന കർത്താവ്. ഇസ്രായേൽ ജനത്തിന്റെ സങ്കടത്തെ കണ്ട ദൈവം, ഊഴി വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ വേദനകളെ അറിഞ്ഞ ദൈവം, മിദ്യാന്യരുടെ കയ്യിൽ കഷ്ടപ്പെടുന്ന തന്റെ ജനത്തിന്റെ വേദനകളെ മനസ്സിലാക്കിയ നിലവിളിയെ കേട്ട കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്ന കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വായി തുറന്ന് പറഞ്ഞ്, ജീസസ് ലോർഡ് കം ഇൻ ടു മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ആത്മാവിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. യേശുവേ, അങ്ങയ്ക്കായി ജീവിക്കുവാൻ എന്നെ തന്നെ നൽകുന്നു. എന്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. യേശു എന്റെ ജീവിതത്തിലേക്ക് വരണമേ. അങ്ങനെ സ്പർശിക്കണമേ. യേശുവേ, യേശുവേ, അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് മഹത്വം, അങ്ങയ്ക്ക് മഹത്വം ഞാൻ അർപ്പിക്കുന്ന കർത്താവേ. എന്റെ ആത്മാവിലും എന്റെ ജീവനിലും അങ്ങ് കടന്നു വരുന്നതിന് നന്ദി. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം അനുസരിപ്പാൻ, ഈ വചനം വായിപ്പാൻ, ധ്യാനിപ്പാൻ, ഈ വചനപ്രകാരം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രണ്ടാമതായി, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാമ്പുകളെയും തെളികളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ കർത്താവ്, സാത്താന്റെ വീഴ്ചയെ കണ്ട കർത്താവ്, മരണഭീതിയിൽ അടിമകളായി കിടന്ന നമ്മെ തന്റെ മരണത്താൽ വിടിവിച്ച കർത്താവ്, പിശാചിന്റെ പ്രവർത്തികളെ ഭൂമിയിൽ അഴിപ്പാൻ കടന്നു വന്ന കർത്താവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് ദ ടൈം ഓഫ് ഹീലിംഗ്. ചില മിനിറ്റുകൾ മുമ്പ് അതൊരു രക്ഷയുടെ സമയമായിരുന്നു, അത് രക്ഷയുടെ സമയമായിരുന്നു. ബട്ട് ദിസ് മൂമെന്റ് ഈസ് എ മൂമെന്റ് ഓഫ് ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ്. കർത്താവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. യെസ്, ലിഫ്റ്റ് യുവർ വോയിസ് ആൻഡ് സിംഗ് ദാറ്റ് സോങ്. അരോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങളെ വെച്ച് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യങ്ങൾ, വിടുതലുകൾ സാക്ഷ്യങ്ങളായി ഞങ്ങളെ അറിയിക്കണം. കർത്താവ് നിങ്ങളെ തൊടുകയാണ്. എല്ലാ മരണ ഭീതികളും മാറട്ടെ, എല്ലാ കുടുംബത്തിന്റെ തകർച്ചകളും മാറട്ടെ, എല്ലാ നിരാശകളും നിങ്ങളെ വിട്ടു മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും. Thank you, Jesus. Hallelujah. Father, I thank you. പ്രാർത്ഥിച്ചേ കർത്താവേ, അത്ഭുത സൗഖ്യങ്ങൾ ഇവരിൽ സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുകൾ ഇവരിൽ ഉണ്ടാകട്ടെ, ക്രൂശിന്റെ സാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ കരത്തോടട്ടെ. നിങ്ങളിപ്പോൾ ഈ ഫോണിലേക്ക് നോക്കിയിരിക്കാതെ, കമ്പ്യൂട്ടറിൽ ടിവിയിൽ നോക്കിയിരിക്കാതെ, പറ്റുവാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നോ, കഴിയുവാണെങ്കിൽ, ഒരു സാഹചര്യമാണെങ്കിൽ. അല്ലാത്തൊരു കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ശരീരത്തിൽ അനുഭവം ഉണ്ടാകട്ടെ, ആത്മീയത ഒരു അനുഭവമാകട്ടെ. കർത്താവിനെ അനുഭവിച്ചറിയണം, യേശുവിനെ ശരീരത്തിൽ അനുഭവിച്ചറിയണം. അതാ യോഹന്നാൻ പറഞ്ഞത്, ആദ്യം മുതലുള്ളതും ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ വചനം. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങളത് തൊട്ടറിഞ്ഞു. അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ശരീരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചിക ശക്തികൾ ഇവരെ വിട്ടുപോകട്ടെ. എല്ലാ അശുദ്ധാത്മാക്കളും ഇവരെ വിട്ടുപോകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇവരെ വിട്ടുപോകട്ടെ കർത്താവേ. ഇവരുടെ ഭവനത്തിൽ നിന്ന് അസമാധാനം ഉണ്ടാക്കുന്ന അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, ചിരിക്കുന്നവർ ചിരിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. പക്ഷേ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചില വ്യക്തികളിൽ വ്യാപരിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, നശിക്കാനുള്ളവർക്ക് ഇത് ഭോഷത്വം, നശിക്കാനുള്ളവർക്ക് ഇത് ഭോഷത്വം. പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ദൈവശക്തി അത്രേ, ഇത് ദൈവശക്തി അത്രേ. ഹല്ലേലൂയ. In the name of Jesus. Heal it now. Heal it, Lord. Heal it, Lord. Lift your hands and worship. Oh, hallelujah. Next page, brother. Next scale, please. Ral rukun kramana kair thalim trusat. Hallelujah. Yes, Holy Ghost. Hallelujah. Thank you, Jesus. Hallelujah. We praise you, Master Lord. Hallelujah. Listen. പിതാവിന്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ വന്ന് പ്രവർത്തികളിലൂടെ നടപ്പിലാക്കി കാണിച്ചവനാ പുത്രനായ യേശു. മറന്നുപോകല്ലേ ഈ വെളിപ്പാട്. അങ്ങനെയാണെങ്കിൽ പുത്രൻ ഏറ്റവും കൂടുതൽ ചെയ്തത് രോഗികളെ സൗഖ്യമാക്കുകയായിരുന്നു, പിശാചി ബാധിച്ചവരെ വിടുവിക്കുകയായിരുന്നു, ബന്ധനത്തിൽ കിടന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യവും അത്യാവശ്യവും. രോഗി സൗഖ്യമാകേണ്ടത്, ഭൂതങ്ങൾ വിട്ടുപോകേണ്ടത്, ബന്ധനങ്ങൾ അഴിയേണ്ടത് ആവശ്യമാണ്. നടക്കേണ്ട കാര്യം തന്നെയാണ്, നടക്കണം. അതിനുവേണ്ടിയാ
കർത്താവ് തന്റെ ശരീരത്തെ അടിപ്പിണറുകൾ ഏറ്റെടുത്തേ. അവന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നെന്ന്, അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നെന്ന്, അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നെന്ന്.